ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു തലയിലെഴുത്ത്, അതായത് അത് തന്നെ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തരുവാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം നമുക്ക് ഈ റീഡിങ്ങിലൂടെ. ഇവിടെ ട്രാൻസ്ഫർമേഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഡിവൈൻ ടൈമിംഗ് റിലേറ്റഡ് ആയിട്ട് ഇവിടെ ഏത് രീതിയിലുള്ള ആ ഒരു ജീവിതമാണോ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള ജീവിതം ജീവിക്കാനുള്ള ആ ഒരു ഡിവൈൻ ടൈമിംഗ് വന്നിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് പറക്കാൻ പോവുകയാണ് നിങ്ങൾ. ആ ഒരു സ്വപ്നം നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ഇവിടെ ഏത് രീതിയിലുള്ള ഒരു ജീവിതമാണോ നിങ്ങൾ ജീവിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത് ആ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഏഞ്ചൽസ് നിങ്ങളെ തയ്യാറാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ലക്ക് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ അടുത്ത് വരികയാണ് എങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയെ പോലും ദൂരെ മാറ്റാൻ വേണ്ടി ഈ ഒരു ലക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഇവിടെ ആ രീതിയിലുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ചില ഈവൻറ്റ്സ് നടക്കും. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ആയി മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു സമൃദ്ധി, ഒരു സമാധാനം, ഉന്നതി അതെല്ലാം തുറക്കുന്ന രീതിയിലുള്ള വഴി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു ചിന്തയും കൂടാതെ ഫ്രീ ആയിട്ടൊരു ലൈഫ് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്. അതായത് ഒരു കുഴപ്പവും കൂടാതെ രാവിലെ എണീക്കുക, ഒരു കുഴപ്പവും കൂടാതെ രാത്രി ഉറങ്ങാൻ പറ്റുക, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് അമിതമായിട്ടുള്ള വെപ്രാളമോ ചിന്തയോ ഒന്നുമില്ലാതെ സമാധാനം നിങ്ങൾക്ക് ലഭിക്കണം, ശാന്തി ലഭിക്കണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ബിലീഫ് സിസ്റ്റം തന്നെ മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം വിശ്വസിക്കാൻ പറ്റത്തില്ല. മിറാക്കിൾ പോലെ തോന്നും നിങ്ങൾക്ക്. ഇതെന്താ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. ചില സമയം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് കാത്തിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ ഇരുന്നപ്പോഴാണ് നിങ്ങൾക്ക് ദൈവം തുണച്ചത്. അതായത് നമ്മൾ കാത്തിരിക്കുമ്പോൾ ഒന്നും നമുക്ക് തരത്തില്ല, പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് എന്തെങ്കിലും തരുന്നത് ഒരു മിറാക്കിളായിട്ട്. ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരേ കാര്യം തന്നെ ഒന്നോ രണ്ടോ റീഡിങ്ങിൽ അല്ലെങ്കിൽ മൂന്നോ റീഡിങ്ങിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു രാശി വച്ച് നോക്കുമ്പോഴോ അതായത് അവിടെ റീഡിങ്ങിൽ പറയുകയാണ് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കും അങ്ങനെ പറയണം. അതേപോലെ നിങ്ങൾ ടാരോ റീഡിങ് കാണുമ്പോഴും ഇതേ സെയിം സമയമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഒരേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം, നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 3 ആഴ്ചയ്ക്കുള്ളിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 3 നമ്പറിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു മാസം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു കാര്യം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരു അപകടമോ ഭയങ്കരപ്പെട്ട ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമല്ല. ഒരു നല്ല ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ഫർമേഷനാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ഡിവൈൻ ടൈം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഡിവൈൻ ടൈമിൽ ഏഞ്ചൽസിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏഞ്ചൽസ് നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളുടെ കൂടെ നിന്നു. ഇനി നിങ്ങളുടെ സന്തോഷത്തിലും ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്.
ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സംഘർഷങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് ഏതോ ഒരു സംഘർഷങ്ങളായി തോന്നിയില്ല. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഈ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ഇപ്പോഴത്തേക്ക് മാത്രമല്ല, അനന്തകാലം ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, അതായത് ഇന്നത്തെ നിങ്ങളുടെ ആ ഒരു സ്വഭാവമാണോ 5-6 വർഷം മുന്നേയുള്ള നിങ്ങളുടെ ആ ഒരു സ്വഭാവം എന്ന് നോക്കൂ. ഉറപ്പായിട്ടും ആയിരിക്കത്തില്ല. ഇന്നത്തെ സ്വഭാവം ആയിരിക്കത്തില്ല 5-6 വർഷം പുറകിലോട്ട് നിങ്ങളുടെ സ്വഭാവം. അതേപോലെ നിങ്ങളുടെ ഭാഗ്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ദൈവം നിശ്ചയിച്ചാൽ ഉറപ്പായിട്ടും ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ചില സമയം നിങ്ങൾക്ക്, അതായത് മുന്നത്തെ സമയത്ത് നിങ്ങൾക്ക് എരിയായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എരി ഒട്ടും തന്നെ ഇഷ്ടമില്ല. നിങ്ങൾക്ക് മധുരമാണ് ഇഷ്ടം. പക്ഷേ മുന്നേ നിങ്ങൾക്ക് മധുരമല്ല എരിയായിരുന്നു ഇഷ്ടം. അങ്ങനെ ഓരോന്നിലും ഒരു മാറ്റം വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ. ഇവിടെ എന്തായാലും നിങ്ങളുടെ സ്വഭാവത്തിൽ രാത്രിയും പകലും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. അതായത് 5 വർഷം മുന്നേ ഉള്ള നിങ്ങളല്ല ഇപ്പോഴത്തെ നിങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഓരോ മാറ്റങ്ങൾ ഉണ്ടായി. ആ ഒരു മാറ്റങ്ങൾ രാത്രിയും പകലും തമ്മിലുള്ള ആ ഒരു അന്തരമില്ല, അതുപോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇത്രമാത്രം മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്ന്. ഇനി നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവറായിട്ട് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നു, എത്ര പറഞ്ഞിട്ടും ആ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ്. അതായത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അവർ നിങ്ങളെ ശത്രുവായി കണ്ട് ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫ് വിട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആരും നിങ്ങളെ കരയിപ്പിക്കാൻ ശ്രമിച്ചാലും ദുഃഖിപ്പിക്കാൻ ശ്രമിച്ചാലും ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് മോശം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നല്ലത് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ എത്രത്തോളം മോശം നിങ്ങളോട് ചെയ്യുമ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് നന്മ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് തന്നെ തോന്നും, ഞാൻ ഈ വ്യക്തിക്ക് മോശം വരണമെന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇവർക്ക് നല്ലതായിട്ടാണല്ലോ ഭവിക്കുന്നത്, അതുകൊണ്ട് ഇനി ഞാൻ ഇവർക്ക് മോശം ചെയ്യുന്നില്ല. അങ്ങനെ നിങ്ങളുടെ ശത്രുക്കൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇതിനെയാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ ആ ഒരു നല്ല സമയമെന്ന് പറയുന്നത്. ഒരു നല്ല സമയം വരുമ്പോൾ നമ്മുടെ ആ ഒരു ശത്രുക്കളെല്ലാം നമുക്ക് ഫേവറായിട്ടാകും. അതായത് നമുക്ക് എത്ര തന്നെ മോശം ചെയ്യാൻ ശ്രമിക്കുന്ന ശത്രുക്കളായാലും അവരുടെ ആ ഒരു ശത്രുതാഭാവം മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് കളിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പാസ്റ്റിലുള്ള ആൾക്കാർ നിങ്ങളെ എന്തുമാത്രം വിഷമിക്കാൻ ശ്രമിച്ചോ അപ്പോഴെല്ലാം സമയം അവർക്ക് ഫേവറായിട്ടായിരുന്നു. പക്ഷേ ഇനി സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് ആകുമ്പോൾ ഈ ഉള്ള ആൾക്കാർക്കെല്ലാം അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരിക്കലും ഒരിടത്തും നമ്മൾ അഹങ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല. കാരണം എപ്പോഴാണ് നമ്മുടെ സമയം മാറുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് അഹങ്കാരം ഒരിക്കലും നല്ലതല്ല ഒരു വ്യക്തിക്ക് എന്ന്. ഇന്ന് നിങ്ങൾ ആ ഒരു വിജയം കൈവരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ മോശം ചെയ്ത ആൾക്കാരെല്ലാം നിങ്ങളുടെ മുന്നിൽ അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ബലം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ഒരു വിജയമല്ലേ. നിങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിങ്ങളോട് ആര് മോശം ചെയ്താലും ആ മോശം ചെയ്യുന്ന വ്യക്തിയുടെ പതനം നിങ്ങളുടെ മുന്നിൽ തന്നെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കും, ആ ദൈവമേ എനിക്ക് ന്യായം ലഭിച്ചു എന്നുള്ള രീതിയിൽ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ചാക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവവും കാണുന്നുണ്ട്. അത് ദൈവം കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ചിത്രശലഭത്തിനെയാണ്. ആ ഒരു ചിത്രശലഭം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് അർത്ഥം. നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ആ ഒരു സൈനാണ് ഏതെങ്കിലും രീതിയിലുള്ള ചിത്രശലഭം നമ്മൾ കാണുന്നത്. പിന്നെ നമ്പർ അതായത് 13 13 കാണാൻ സാധിക്കും.
ഇവിടെ നമ്പർ 13 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് തന്നെ പോവുക, എപ്പോഴായാലും നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം ഉണ്ടാകുമെന്ന്. അതായത് നല്ലൊരു അത്ഭുതകരമായിട്ടുള്ള മാറ്റം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ വളരെ രഹസ്യപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുകയും ഈ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നതിലൂടെ ദൈവത്തിനോട് നിങ്ങൾ നന്ദി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു ജീവിതം നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുകയാണ്. അതായത് എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ദൈവത്തിനോട് ഭയങ്കരമായിട്ട് നന്ദി പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ലൈഫിൽ ഉയരങ്ങൾ എത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളൂ. ജീവിതം അതിനോട്ടാണ് നിങ്ങളെ നയിക്കുന്നത്. ഇവിടെ സമയം നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുകയാണ്. വളരെ വലിയ ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ വരികയാണ്. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ബൂസ്റ്റ് ആവുകയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹിഡൻ പാക്കേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഹിഡൻ പാക്കേജ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ സമയമാകുമ്പോൾ ആ ഒരു ഹിഡൻ പാക്കേജ് നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നതാണ്. എന്തായാലും ഈ ഒരു ഹിഡൻ പാക്കേജ് മോശമല്ല, നല്ലതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് ലാഭം മാത്രമേ കിട്ടത്തുള്ളൂ, മോശം കിട്ടത്തില്ല എന്ന് ചിന്തിക്കുക നിങ്ങൾ. അത് രാത്രിയായാലും പകലായാലും എന്ത് സ്ഥിതി ആയിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം മാത്രമായിരിക്കും ലഭിക്കുന്നത്. ഇവിടെ കുറച്ച് ദിവസം മുന്നേ ഒരു റീഡിങ്ങിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് പൈസ കളഞ്ഞ് കിട്ടുമെന്ന്. അതായത് എവിടെ നോക്കിയാലും പൈസ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതായത് തറയിൽ കിടക്കുന്നതായിട്ട് എപ്പോഴും പൈസ നിങ്ങൾക്ക് കണ്ണിൽ കാണുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പണത്തിൻ്റെ ആ ഒരു ആകർഷണം ഉണ്ടാവാൻ പോവുകയാണ്, ഒരു ഫ്ലോ ഉണ്ടാവാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ സഡനായിട്ട് എവിടെ പുറത്ത് പോയാലും നിങ്ങൾക്ക് കൂടുതലായിട്ടും തറയിൽ ക്യാഷ് 1 രൂപയോ 2 രൂപയോ 5 രൂപയോ 10 രൂപയോ കിട്ടുന്നതായിട്ട്, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് കളഞ്ഞു കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുക. അതായത് മരത്തിൽ നിന്ന് ഈ പണം ഇങ്ങനെ വീഴുന്നതായിട്ട് സ്വപ്നം കാണാൻ സാധിക്കും. അതായത് ഫുള്ളം പണം നിറഞ്ഞ മരം, ആ മരത്തിൽ നിന്ന് പണം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയാലും അതിൽ നിങ്ങൾ ചിലവാക്കരുത്, നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക. അങ്ങനെ നിങ്ങൾ വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം മാത്രമായിരിക്കും ലഭിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ലാഭമാണോ ലഭിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ മറക്കരുത്. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലാഭമായിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 1 രൂപ കളഞ്ഞു കിട്ടി, അതിൻ്റെ കൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും പല രീതിയിലുള്ള പൈസകൾ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ആ കിട്ടിയ പൈസയിൽ നിന്ന് നിങ്ങൾ ഒരു വിഹിതം എടുത്ത് പാവങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി സഹായം ചെയ്യുക. അവർക്കൊരു നേരത്തെ ആഹാരമോ എന്തായാലും ആ പൈസയിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച് കൊടുത്തു നോക്കൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് മേന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഞാൻ പറയുന്ന 1000, 2000, 3000 അല്ല പറയുന്നത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു 100 രൂപ ആയാലും. ഇപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് ആഹാരം കിട്ടത്തില്ലേ, ഒരു നേരത്തെ ആഹാരം എന്തായാലും 100 രൂപയ്ക്ക് കിട്ടും. അത് വാങ്ങിച്ച് ഒരു നേരത്തെ ആഹാരം പാവം കൊടുത്താലും മതി. കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ക്യാഷ് കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഗോരി ഷെൽ എന്ന് പറയുന്ന ഒരു ഷെല്ലുണ്ട്. അത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ കയ്യിൽ വയ്ക്കുന്നതോ പൂജാ റൂമിൽ വയ്ക്കുന്നതോ നല്ലതാണ്. അത് ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും എല്ലാം വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾ വാങ്ങിച്ച് പൂജാ റൂമിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തിക്കും നിങ്ങളുടെ ആ ഒരു ബന്ധങ്ങൾക്ക് നല്ല ഒരു ഉറപ്പ് നൽകുന്നതിനും സഹായിക്കും. അതായത് നിങ്ങൾ ഇപ്പോൾ ബന്ധത്തിൽ വളരെ മോശം അവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവാൻ ഈ ഒരു ഗൗരീശലം നിങ്ങൾ കയ്യിൽ സംരക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. കൂടാതെ ഈ ഒരു ഗൗരീശല് കയ്യിൽ വയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ പൈസ ആഗമനം കൂടുന്നതാണ്. അതായത് പോക്കറ്റിൽ സൂക്ഷിക്കുന്നതിലൂടെ, നിങ്ങൾക്ക് പേഴ്സിൽ സൂക്ഷിക്കുന്നതിലൂടെ പൈസയുടെ ആഗമനം ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ഷെല്ല് പറഞ്ഞത് ഞാൻ എന്തെന്ന് വെച്ചാൽ കബഡി നിർത്താൻ വേണ്ടിയൊക്കെ ജ്യോത്സ്യന്മാർ യൂസ് ചെയ്യുന്നില്ലേ, അതിനെയാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് 3 നിങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ 6, 8 അങ്ങനെ വാങ്ങിച്ച് നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ പൂജാ റൂമിലോ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ദൈവം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി നിങ്ങളെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്.
ഇത്രത്തോളം ധനധാന്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതാണ്. അതായത് മറ്റുള്ള ആൾക്കാർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള ധനധാന്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ദൈവം ഇപ്പോഴേ നിങ്ങളെ ചെറിയ രീതിയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് നോക്കുമ്പോൾ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കൃഷ്ണ ഭഗവാനോ യൂണിവേഴ്സിനോ അല്ലെങ്കിൽ ശിവഭഗവാനോ ദേവിക്കോ ആർക്കാണോ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെ നിങ്ങൾക്ക് ഇത്രമാത്രം ധനവും സമൃദ്ധിയും ഉണ്ടാകുമെന്ന്. പക്ഷേ ഇപ്പോഴേ നിങ്ങൾ അതിനുവേണ്ടി ദൈവം തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണാൻ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സമൃദ്ധി ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിരിക്കാം, അതിലൂടെ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവുന്നതായിരിക്കാം. ഇല്ല എങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒത്തിരി സമൃദ്ധി ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്ന ആ ദൈവത്തിനോട് നന്ദി പറയുക. എന്നെ ഇങ്ങനെ സമൃദ്ധി ഉള്ളവരാക്കി മാറ്റുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് ദൈവമേ എന്ന്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം ഒരു വ്യക്തിയെ തന്നെ മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതേപോലെയല്ല ആ വ്യക്തി ചിന്തിക്കുന്ന. ആ വ്യക്തി ഭയങ്കര മോശമായിട്ടാണ് ചിന്തിക്കുന്നത്, വിരുദ്ധമായിട്ട്. നിങ്ങൾക്ക് ഓപ്പോസിറ്റാണ് ആ വ്യക്തി. അപ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു ചിന്തയെ തന്നെ നിങ്ങളുടെ ആ ഒരു എനർജി മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആ വ്യക്തി ഭയങ്കര നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയെ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ രീതിയിലും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയാണെങ്കിൽ എല്ലാ രീതിയിലും ഒരു നെഗറ്റിവിറ്റിയാണ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ചിന്തയല്ല അവരുടെ ചിന്ത, സെയിം ഓപ്പോസിറ്റ് ചിന്ത. നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് എങ്കിൽ അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവരാണ്. ഇവിടെ നിങ്ങൾ ചില സമയം ചിന്തിക്കാറുണ്ട് ഈ വ്യക്തിക്ക് ഒരു മാറ്റവും ഉണ്ടാവത്തില്ല, ഞാൻ എത്ര ശ്രമിച്ചാലും ഈ വ്യക്തി ഇങ്ങനെ തന്നെയാണ്, മാറത്തില്ല എന്ന്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചത്. ഇവിടെ 100 പ്രാവശ്യമെങ്കിലും ഈ വ്യക്തിയെ നേരെയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തോറ്റുപോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു പറഞ്ഞ വാക്കുകൾ ഇവരുടെ ഭയങ്കരമായിട്ട് പ്രഭാവം ചെലുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു വിചാരങ്ങളിൽ മാറ്റം വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിൽ എന്തോ നന്മയുണ്ട്, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്നുള്ള ആ ഒരു തോന്നൽ ഇവർക്കുള്ളിൽ വന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന്. ആ രീതിയിലൊരു മാറ്റമാണ് ഇവരുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അതൊരു വ്യക്തി നിങ്ങളെ ശത്രുവായിട്ട് കണ്ട് നിങ്ങളിൽ നിന്ന് എല്ലാം എടുക്കണം, എല്ലാം നഷ്ടപ്പെടുത്തണം എന്നുള്ള ഭാവത്തിലായിരുന്നു ഈ വ്യക്തി ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഊർജത്തിൻ്റെ പ്രഭാവത്താൽ അവർ നിങ്ങൾക്ക് ഫേവറായിട്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്ന ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കും. മുന്നേ ആണെങ്കിൽ ആ വ്യക്തിയിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും മോശം വരുത്തണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഹാനി ഉണ്ടാകണം, അതിനു വേണ്ടി ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്നാണ് ഒരു മാറ്റത്തിലേക്ക് വന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു അപ്രതീക്ഷിതമായിട്ട് തോന്നും ഈ ഒരു കാര്യം. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് മുന്നേ നിങ്ങളോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിലൊരു പശ്ചാത്താപം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം പാസ്റ്റിൽ നിങ്ങളോട് വളരെ മോശം രീതിയിലാണ് ഈ വ്യക്തി പെരുമാറിയത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ മാറ്റമുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു ഊർജ്ജം കാരണമാണ് ആ മാറ്റം വന്നത്. ഇപ്പോൾ അവർക്ക് ആ ഒരു കാര്യം ഫീലാവുകയാണ്. നിങ്ങൾക്കും അത് നല്ലപോലെ ഫീലാകുന്നുണ്ട്. കാരണം ഈ വ്യക്തിയിൽ നല്ല മാറ്റം വരുന്നുണ്ട് എന്നും അവർക്ക് നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റിൽ ഫീലാകുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം ഭയങ്കരമായിട്ട് പ്രഭാവം ചെലുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിനെയും മനസ്സിനെയും മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ചിന്തയിൽ ഒരു മാറ്റം കൊണ്ടുവന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഉള്ള ഒരു ബന്ധത്തിൽ ഒരു മാറ്റം, അതായത് ഈ വ്യക്തി നിങ്ങളെ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളെ ഒരു മിത്രമായിട്ട് കണ്ട് സ്നേഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിയുടെ നെഗറ്റിവിറ്റി മാറ്റി അതിലേക്ക് പോസിറ്റിവിറ്റി നിങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇനി ഈ വ്യക്തി നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കത്തില്ല. കാരണം ഇവരുടെ സ്വഭാവത്തിൽ തന്നെ നിങ്ങൾ ചേഞ്ചസ് കൊണ്ടുവരികയാണ്. അതായത് ഒരു ഹാർഡായിട്ടുള്ള ഒരാളെ ഒരു സോഫ്റ്റായിട്ടുള്ള വ്യക്തിയാക്കി മാറ്റുകയാണ് നിങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ ഇന്ന് കാണാൻ സാധിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.